നമസ്കാരം. വിഷുഫലത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. 1199 ആണ്ട് മേടമാസം 1-ാം തീയതി 2024 ഏപ്രിൽ മാസം 14-ാം തീയതി തൊട്ട് ഒരു വർഷക്കാലം, അതായത് മീനമാസം വരെ വരുന്ന കാലഘട്ടമാണ് വിഷുഫലം. വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ നമ്മളൊരു വാർഷിക ഫലത്തെ ചിന്തിക്കുന്നതാണ്. കാരണം ജ്യോതിഷ വർഷം ആരംഭിക്കുന്നത് മേടമാസം തൊട്ടാണ്. ഇപ്പോൾ ജ്യോതിഷ വർഷത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം സൂര്യൻ ഉച്ചരാശിയിലേക്ക് പ്രവേശിക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ 12 രാശിയിലുള്ളവർക്ക് വിഷുഫലം എങ്ങനെയാണ്? വിഷുഫലത്തിന് വളരെ പ്രാധാന്യം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വിഷു കൈനീട്ടമാവട്ടെ എല്ലാ കാര്യത്തിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ മേടരാശിക്കാരുടെ ഫലത്തെ നമുക്ക് നോക്കാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, ഈ 2.25 നക്ഷത്രം അടങ്ങുന്ന മേടരാശിക്കാർക്ക് നമ്മൾ വിഷുഫലത്തെ ചിന്തിക്കുകയാണെങ്കിൽ വളരെ സൗഭാഗ്യപ്രദമായ ഒരു വർഷമാണ് എന്നറിയുക. കാരണം നിങ്ങൾക്ക് ഏഴര ശനിയോ കണ്ടകശനിയോ ഒന്നും ശനിയുടെ യാതൊരുവിധ ബന്ധവും ഇല്ല. മാത്രമല്ല, എപ്പോഴും വ്യാഴത്തിനെ ആസ്പദമാക്കിയാണ് ഏറ്റവും കൂടുതൽ ധനസ്ഥിതി പുരോഗതിയൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടത്. ഈ രാശിക്കാർക്ക് വ്യാഴം 2-ലേക്ക് വരികയാണ്. 2-ാം ഭാവത്തിലേക്ക് വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ ധനസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ്. അപ്പോൾ നിങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. അതുമാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അത് കുട്ടികളാവട്ടെ ടീച്ചർമാരാവട്ടെ, നിങ്ങൾക്ക് ഏറ്റവും അനുകൂലപ്രദമായ ഒരു വർഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുമാത്രമല്ല, മറ്റ് കലാകാരന്മാർക്ക് വളരെ സന്തോഷപ്രദമായ ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ വിഷുഫലത്തെ നമുക്ക് വളരെ ഗുണപ്രദമായ അവസ്ഥകൾക്ക്, കാരണം സാമ്പത്തികം, അതുപോലെ വിദ്യാഭ്യാസപരമായിട്ട്, അതുപോലെ ഉള്ള സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് വന്നു ചേർന്നിരിക്കുന്നു എന്നറിയുക. ഇടവൻ രാശി, കാർത്തിക നക്ഷത്രത്തിൻ്റെ 2-ാമത്തെ 45 നാഴിക, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതി, ഈ 2.25 നക്ഷത്രം അടങ്ങുന്ന ഇടവരാശിക്കാർക്ക് കഴിഞ്ഞ പീരീഡുകളിൽ ഇടവരാശിക്കാർക്ക് വളരെ ദോഷ സമയത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് വളരെ സന്തോഷത്തിന് വഴിതെളിക്കുന്ന കാലഘട്ടം തന്നെയാണ്. ഇപ്പോൾ കണ്ടകശനിയുടെ ബന്ധം നിലനിൽക്കുന്നു എങ്കിൽ പോലും വ്യാഴം ജന്മത്തിലേക്ക് വരികയാണ്. ഇപ്പോൾ ഗുരു 12 രാശിയിൽ സഞ്ചരിക്കും. പരമഗുരുവായ ബൃഹസ്പതി 12 രാശിയിൽ സഞ്ചരിച്ചെത്തും. ഇതിനെ ഒരു വ്യാഴവട്ടം എന്ന് നമ്മൾ പറയും. അപ്പോൾ വ്യാഴം കഴിഞ്ഞ പീരീഡിൽ 12-ാം രാശിയിൽ നിലനിൽക്കുകയായിരുന്നു. ഇപ്പം നിലനിൽക്കുന്ന വ്യാഴം ജന്മത്തിലേക്ക് വരികയാണ്, നമുക്കൊപ്പം എത്തിച്ചേരുകയാണ്. അപ്പോൾ നിങ്ങൾക്കൊപ്പം എത്തുക എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സന്തോഷത്തെ പ്രദാനം ചെയ്തു തരും. ഭഗവാൻ ഗുരു വന്ന് കയറുന്നതോടുകൂടി അവിടെ പ്രകാശിക്കും. എന്ത് കാര്യത്തിനും നമുക്ക് ഇറങ്ങാം. രോഗാതുരമായി ബുദ്ധിമുട്ടി നിന്നവർക്ക് രോഗശമനം ഉണ്ടാവും. സാമ്പത്തിക തകർച്ച അനുഭവിച്ചുകൊണ്ട് നിന്നവർക്ക് ഇതിൽ നിന്ന് മുക്തി ഉണ്ടാവും. അതുപോലെ എല്ലാ കാര്യങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിൽ നിന്നെല്ലാം പുരോഗതി ഉണ്ടായി സാമ്പത്തികമായിട്ടും മാനസികമായും അതുപോലെ ശാരീരികമായിട്ടും ഒരു ഉണർവുണ്ടായ കാലഘട്ടത്തിലേക്ക് പുതുവർഷം മാറുകയാണ്. അപ്പോൾ സന്തോഷത്തോടു കൂടി ഓരോ കാര്യങ്ങളും നിങ്ങൾ ഇറങ്ങണം. കാരണം കഴിഞ്ഞ പീരീഡുകളിലെ ഭയം ഒന്നും വേണ്ട. കാരണം വ്യാഴം അനുകൂലത്തിൽ വന്നു. ശനി ഉണ്ടെങ്കിൽ പോലും ശനിയുടെ ശമനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒന്നും നമുക്ക് കാര്യമാക്കേണ്ടതില്ല. ധൈര്യമായിട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് ഈ രാശിക്കാർ, അതായത് ഇടവരാശിക്കാർക്ക് മുന്നോട്ട് പോകാം. മിഥുനം രാശി. മിഥുനം രാശി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, മകയിരം നക്ഷത്രത്തിൻ്റെ 2-ാമത്തെ പകുതി, തിരുവാതിര, പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഈ രാശിയിലുള്ളവർ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷുഫലം തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണം. കാരണം
വ്യാഴം 12ലേക്ക് മറയുകയാണ്. വ്യാഴന് ഏറ്റവും ഇഷ്ടമില്ലാത്ത സ്ഥലമാണ് 12ലേക്ക് വ്യാഴം പോകുമ്പോൾ എന്ത് സംഭവിക്കും? സാമ്പത്തിക നഷ്ടം. അപ്പോൾ ഈ രാശിയിലുള്ളവർ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക ഇടപാടുകളിൽ ഒന്നും പെടരുത്. സാമ്പത്തിക തകർച്ചയുണ്ടാവും. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം പരാജയം നേരിടും. ശാരീരിക ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എന്ത് കാര്യത്തിന് ഇറങ്ങിയാലും തടസ്സം പ്രതീക്ഷിച്ച് വേണം പോകാൻ. അതുപോലെ ഈ സമയത്ത് പ്രധാനമായിട്ട് കൊടുക്കൽ വാങ്ങലോ ഒരു ഇടനിലക്കാരനായി നിന്നുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ ചെയ്യാനോ ശ്രമിക്കരുത്. കാരണം സാമ്പത്തിക തകർച്ച നമുക്കുണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. കണ്ടകശനിയോ വ്യാഴശനിയോ ഒന്നും തന്നെ നമുക്ക് ബാധിച്ചിട്ടില്ല എങ്കിൽ പോലും വ്യാഴം 12ലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശപ്രദമായ സമയം എന്ന് വേണം ജ്യോതിഷികൾ അനുശാസിച്ചിട്ടുണ്ട്. കാരണം പണ്ട് മഹാഗുരുവിനെ കാണാൻ പോയി, അത് അഗസ്ത്യ മഹർഷിയെ കാണാനായിട്ട് ശ്രീരാമചന്ദ്രൻ പോയി. കാരണം രാവണൻ്റെ കൂടി ജയിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് രാമനോട് അഗസ്ത്യ മഹർഷി പറഞ്ഞു, രാമ, ഇതാ രാവണന് 12ലേക്ക് വ്യാഴം വരികയാണ്. ഈ സമയത്ത് നീ അവനെ വധിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക് അവനെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് നെഗറ്റീവ്സും പെട്ടെന്ന് എഫക്റ്റ് ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ വളരെ ഈശ്വര ഭജനത്തോടു കൂടിയിരിക്കേണ്ട ഒരു രാശിക്കാരാണ് മിഥുനൻ രാശിക്കാരെന്ന് അറിയുക. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടിയിരിക്കണം. എല്ലാ രീതിയിലും സാമ്പത്തിക കാര്യമൊന്നോ ശാരീരിക കാര്യമൊന്നോ മാത്രം നോക്കരുത്. ആവശ്യമില്ലാത്ത ഒരു ഇടപാടുകളിലും നിൽക്കരുത്. നല്ലത് പറഞ്ഞാൽ പോലും ദോഷമായി തീരുന്ന കാലഘട്ടമായതുകൊണ്ട് ഈ രാശിക്കാർ വളരെ ശ്രദ്ധയോടുകൂടി പോകണം. ശരിക്ക് ഗുരുവിനെ പ്രീതിപ്പെടുത്തണം. ഗുരുപ്രീതി എന്ന് പറയുമ്പോൾ ശരിക്ക് വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുക. വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുകയും വളരെ പ്രാർത്ഥനാനിരതരായിരിക്കുകയും ചെയ്യേണ്ട കാലഘട്ടമാണ് ഈ ഒരു വർഷക്കാലം. അപ്പോൾ ശരിക്ക് പ്രാർത്ഥന കൂട്ടിക്കൊള്ളുക. ദോഷത്തിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. കർക്കടക രാശി പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, പൂയം, ആയില്യം, ഈ 2.25 നക്ഷത്രം അടങ്ങുന്ന കർക്കടക രാശിക്കാർക്ക് വളരെ സന്തോഷപ്രദമായ ഒരവസ്ഥ നിങ്ങൾക്കിതാ സംജാതമായിരിക്കുകയാണ്. കാരണം 11 വ്യാഴം സഞ്ചരിച്ചെത്തുന്ന വർഷമാണ്. 12 വർഷത്തെ ഒരു വർഷം മാത്രമേ 11 വ്യാഴം വരുള്ളൂ. 11ാം വ്യാഴ സമയത്ത് ശരിക്ക് ജ്യോതിഷശാസ്ത്രം പറയുന്നത് ലോട്ടറി എടുത്തവരെ അടിക്കുമെന്നാണ്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ധനവ്യയം ഉണ്ടാകുന്ന രാശിയാണ് കർക്കിടകൻ രാശി. അപ്പോൾ സാമ്പത്തികമായ കാര്യങ്ങളിൽ ഇറങ്ങണം. കിട്ടാനുള്ള പൈസ വല്ലതും ബ്ലോക്കായി കിടപ്പുണ്ടെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു വന്ന് ചേരും. അതുപോലെ ഒരു ബിസിനസ് തുടങ്ങാനായാലും ശരി, ജോലിയില്ലാതെ വിഷമിച്ച് നിൽക്കുന്നവരായാലും ശരി, നിങ്ങൾക്ക് സാമ്പത്തികമായി ഏറ്റവും പുരോഗതി ഉണ്ടാകുന്ന കാലഘട്ടമാണ്. മാത്രമല്ല എന്തിനിറങ്ങിയാലും വിജയിക്കുന്ന കാലഘട്ടമാണ് 11 വ്യാഴവും കൂടി നിൽക്കുന്ന സമയം. ചിങ്ങം രാശി മകം, പൂരം, ഉത്രൻ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക, അതായത് ഉത്രത്തിൽ 4 വരെ വരുന്ന സമയമാണ് ചിങ്ങൻ രാശിയിൽ. ചിങ്ങൻ രാശിക്കാർക്ക് അടങ്ങുന്ന വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ മെച്ചപ്പെട്ട വർഷമാണോ എന്ന് ചോദിച്ചാൽ അല്ല, വളരെ ദോഷപ്രദമായ ഒരു വിഷുവാണോ എന്ന് ചോദിച്ചാൽ അല്ല. സുഖദുഃഖ സമ്മിശ്ര ഫലത്തെ ചെയ്യുന്ന വർഷമാണ്. കണ്ടശനിയുണ്ട്, വ്യാഴഭഗവാൻ 10ലേക്ക് വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ഓരോ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വയ്ക്കണം. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. ഒരു 2 വട്ടം ആലോചിച്ചിട്ടേ ഒരു കാര്യത്തിന് ഇറങ്ങാവൂ. ഒരു ബിസിനസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അല്ലെങ്കിൽ ഒരാരെങ്കിലും വന്ന് നമ്മളുടെ പറഞ്ഞു നമുക്കൊരു ബിസിനസ് ചെയ്യാം, പെട്ടെന്ന് നിങ്ങൾക്ക് അതുകൊണ്ട് നേട്ടം വരും. പക്ഷേ 2 വട്ടം ആലോചിക്കണം ആ ബിസിനസ്സിനെ കുറിച്ച്. കാരണം നമുക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴം നിൽപ്പുണ്ടെങ്കിലും ശനിയുടെ ബന്ധവും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സാമ്പത്തിക നഷ്ടം വരാൻ സാധ്യതയുണ്ട്. നോക്കി ചെയ്യുകയാണെങ്കിലോ നമുക്ക് വലിയ വിപത്തുകളിൽ പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ കർമ്മമേഖലയായതുകൊണ്ട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട തൊഴിലിലാണ്. ചെയ്യുന്ന പ്രവൃത്തി എന്തോ ആയിക്കോട്ടെ, ആ പ്രവൃത്തിയിൽ നല്ല ശ്രദ്ധാലുവായിരിക്കണം. അത് മേലുദ്യോഗസ്ഥൻ്റെ അപ്രീതി ഉണ്ടാവാം,
നമ്മൾ ബിസിനസ്സിലാണെങ്കിൽ തന്നെ പ്രതീക്ഷിക്കുന്ന രീതിയിൽ പുരോഗതി വരാതെ വരാം. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ എന്തു ചെയ്യും, ഇതിലൊന്നും പെടാതെ നമുക്ക് അതിജീവിച്ച് പോകാൻ സാധിക്കും. കാരണം 10 വ്യാഴം നിൽക്കുന്നുണ്ട്. കണ്ടകശനി നിൽക്കുമ്പോൾ ശനി എപ്പോഴും ശനിയെ മന്ദൻ എന്നാണ് വിളിക്കണേ. മന്ദൻ എന്ന് പറയുമ്പോഴോ പതുക്കെ സഞ്ചരിക്കുന്നവൻ ശനി. അപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളെയും ശനി വരുന്ന സമയത്ത്, ശനിയുടെ ബന്ധം വരുന്ന സമയത്ത് ഡിലേ ആക്കും. അതുകൊണ്ട് ഈ ചിങ്ങരാശിക്കാർക്ക് കാര്യങ്ങൾ കുറച്ച് തടസ്സം വരാനിടയുള്ളത് കൊണ്ട് ശ്രദ്ധയോടുകൂടി ചെയ്യണം. അങ്ങനെ ശ്രദ്ധയോട് ചെയ്താൽ വിജയസാധ്യത ഉണ്ടാവുകയും ചെയ്യും. കാരണം വ്യാഴം 10 നിൽക്കുകയാണ്, നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ശനിയുണ്ട് എന്നുള്ള ചിന്താഗതിയോടു കൂടി വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ എന്ന് ഓർമ്മിക്കുക. കന്നിരാശി, ഉത്ര നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം, അതായത് ഉത്തരത്തിൽ 1/4, അത്തം, ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി, ഈ 2.25 നക്ഷത്രം അടങ്ങുന്നതാണ് കന്നിരാശി. കന്നിരാശിക്കാർക്ക് വളരെ സന്തോഷത്തിന് വഴിതെളിക്കാവുന്ന ഒരു വർഷമാണ്. നിങ്ങൾക്ക് സന്തോഷപ്രദമായ ഒരു വർഷം തന്നെയാണ്. കാരണം കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം വരികയാണ്. 8 നിന്ന വ്യാഴം, 8 എന്ന് പറഞ്ഞാൽ അരിഷ്ടതകളെ കൊടുക്കുന്ന സ്ഥലമായിരുന്നു. അവിടുന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം എത്തി. അപ്പോൾ ഭാഗ്യത്തെ തരുന്ന സമയമാണ്. നമുക്ക് നേരത്തെ 11 വ്യാഴം വന്നതുപോലെ വളരെ പ്രാധാന്യമുള്ള വ്യാഴന് ഏറ്റവും ഇഷ്ടസ്ഥാനമാണ് 9, ഭാഗ്യസ്ഥാനം. അപ്പോൾ വ്യാഴം ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. 1. 2, കണ്ടകശനിയോ അതുപോലെ ശനിയുടെ യാതൊരുവിധ ബന്ധവും ഇല്ല. അപ്പോൾ ശനിയുടെ ദോഷമില്ല. അപ്പോൾ ശനിയാണല്ലോ ഓരോന്ന് തടസ്സപ്പെടുത്താൻ കാരണക്കാരനായി തീർന്നിരിക്കുന്നത്. അപ്പോൾ ശനിയുടെ തടസ്സമില്ല. വ്യാഴഭഗവാന്റെ മാറ്റം ഭാഗ്യസ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഭാഗ്യദായകമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രതീക്ഷിക്കാതെ സമ്പത്ത് വരും. ഊഹ കച്ചവടങ്ങളിലോ അതുപോലെ റിയൽ എസ്റ്റേറ്റ്, അതുപോലെ ഷെയർ മാർക്കറ്റുകളിൽ ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങൾക്കിതാ വന്നു ചേർന്നിരിക്കുന്നു എന്നറിയുക. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ അവസ്ഥ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തണം. എന്ത് കാര്യത്തിനും ഇറങ്ങാം. നമുക്ക് ഓരോ കാര്യം എടുത്ത് പ്രത്യേകിച്ച് പറയാത്ത കാര്യം എന്താണ്? ഈ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്ന ഈ സമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നല്ല റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിജയിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾക്ക് അറച്ചു നിൽക്കാതെ ഓരോ കാര്യങ്ങൾ ഇറങ്ങിക്കൊള്ളുക. അത് വിജയസാധ്യത ഉണ്ടാവും എന്നുള്ളതിന് സംശയം വേണ്ട. തുലാം രാശി, ചിത്തിര നക്ഷത്രത്തിൻ്റെ 2ാമത്തെ പകുതി, ചോതി, വിശാഖം നക്ഷത്രത്തിൻ്റെ 1/4 ഭാഗം അടങ്ങുന്ന 2.25 നക്ഷത്രങ്ങൾ ചേരുന്നതാണ് തുലാം രാശി. അപ്പോൾ നമുക്ക് വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ തുലാം രാശിക്കാർ കുറച്ച് ഭയക്കണം. ഏതൊക്കെ രീതിയിൽ ഭയക്കണം? അപകട സാധ്യതകൾ ഉണ്ടാവുന്ന വർഷമാണ് നിങ്ങൾക്ക്. അപകടം എന്ന് പറയുമ്പോൾ വാഹനം എന്ന് മാത്രം കാണരുത്. ഏത് രീതിയിൽ വേണോ അപകടങ്ങളുണ്ടാവാം. അതുപോലെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, അതുപോലെ പലതരത്തിലുള്ള സാമ്പത്തിക തകർച്ച. സാമ്പത്തികമായിട്ട് നമുക്ക് വരവിനേക്കാൾ ഉപരി ചിലവുണ്ടാവുന്ന കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ സാമ്പത്തികമായി തകർച്ച ഉണ്ടാവും, മാനസിക പ്രശ്നങ്ങൾ വരുത്തും, ശാരീരിക ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചായിരിക്കണം നിങ്ങൾ ഓരോ കാലുവയ്പും. കാരണം അപകടമേറിയ സമയമായതുകൊണ്ട് അസമയത്തുള്ള യാത്രകൾ, വാഹനമൊക്കെ കൈകാര്യം ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ അഗ്നി ഭയം ഉണ്ടാവാം. ഇപ്പോൾ അടുക്കള പണിയൊക്കെ ചെയ്യുന്നു എന്ന് മാത്രമല്ല, അഗ്നി കൈകാര്യം ചെയ്ത് ഓരോ വർക്കുകൾ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ ശ്രദ്ധയോടുകൂടി ഇരിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. നിങ്ങളും ശരിക്ക് വിഷ്ണു പ്രീതി വരുത്തിക്കൊള്ളണം, ഗുരുവിനെ പ്രീതിപ്പെടുത്തണം. ഗുരു ആണ് ഈശ്വരൻ. അപ്പോൾ ഗുരുവിനെ പ്രാർത്ഥിക്കണം. അത് ഗുരു, അപ്പോൾ നമ്മൾ മന്ത്രം ജപിക്കുമ്പോൾ തന്നെ പറയും, ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമ. അപ്പോൾ ഗുരു പരബ്രഹ്മമാണ്. അപ്പോൾ അത്രയും ശക്തമാണ് ഗുരു. അപ്പോൾ ഗുരുവിനെ പ്രാർത്ഥിക്കുന്നവർ ഗുരു പ്രാർത്ഥന കൂട്ടിക്കൊള്ളുക. അതിനൊപ്പം തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഭഗവാന് പാൽപ്പായസവും അർച്ചനയും ക്ഷേത്ര ദർശനവും നടത്തുക. മറ്റ് വഴിപാടുകളെക്കാൾ പ്രാധാന്യം അമ്പല ദർശനവും പ്രാർത്ഥനയ്ക്കും തന്നെയാണ്. ഇതെവിടെയിരുന്ന് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും.
അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം. വൃശ്ചിക രാശി. ഇപ്പോൾ വൃശ്ചിക രാശിയിൽപ്പെടുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്ര രാശിയിലുള്ളവർക്ക് കഴിഞ്ഞ വിഷുഫലം നോക്കുമ്പോൾ വളരെ മോശപ്രദമായിരുന്നു. പലതരത്തിലുള്ള വിഷമാവസ്ഥകളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് വിഷുഫലം വളരെ സന്തോഷത്തിന് വഴിതെളിക്കും. വിവാഹാദി കാര്യങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കും. ദാമ്പത്യ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് നിന്നവർക്ക് ആ ദാമ്പത്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവും. അതുപോലെ മക്കളെ കല്യാണം നടത്താൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളുടെ കല്യാണം നടത്തി കൊടുക്കാൻ സാധിക്കും. ഇങ്ങനെ ദാമ്പത്യ ജീവിതത്തിൽ ഉള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് നല്ലൊരു ജീവിത പങ്കാളിയെ കിട്ടാനും എല്ലാ അനുകൂലപ്രദമായ ഒരു യോഗമാണ് ശരിക്ക് ഈ വിഷുഫലത്തെ ചിന്തിക്കുമ്പോൾ വൃശ്ചികം രാശിക്കാർക്കുള്ളത്. അതുപോലെ മാത്രമല്ല, അവർക്ക് സാമ്പത്തിക പുരോഗതി ഉണ്ടാവും. കഴിഞ്ഞ പീരീഡ് സാമ്പത്തിക പുരോഗതിയുടെ കാലഘട്ടമല്ല. എങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വ്യാഴം 7ലേക്ക് വന്നിട്ടുണ്ട്. ഭഗവാൻ 7ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നമ്മളെ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. ഏറ്റവും അത് അനുകൂലപ്രദമാണ്. എങ്കിൽ പോലും കണ്ടക ശനി നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടകൻ പലതും കൊണ്ടേ പോവുള്ളൂ. പലതിനെയും ഇല്ലാതാക്കാനുള്ള ഒരു ശക്തി ശനിക്കുണ്ട്, കണ്ടക ശനിക്കുണ്ട്. അപ്പോൾ ശനി 4ാം ഭാവത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടവും കൂടി ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധ വേണം. കാരണം എല്ലാം നമുക്ക് കിട്ടും, എല്ലാം ശരിയാവും. എങ്കിൽ പോലും കുറച്ച് ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത് നന്നായിരിക്കും. ധനുരാശി. മൂലനക്ഷത്രം, പൂരാടം, ഉത്രാടത്തിൻ്റെ കാൽഭാഗവും ചേർന്നതാണ് ശരിക്ക് ധനുരാശി. ധനുരാശിക്കാരും വളരെ ഈ വിഷുഫലം ശ്രദ്ധിക്കണം. നമുക്ക് 7 ശനിയോ 2 ശനിയോ ഉണ്ടായിരുന്നിട്ടല്ല. ധനാധിപത്യം വഹിച്ച ഗ്രഹവും എല്ലാത്തിനും സഹായിയായിട്ടുള്ള വ്യാഴം, ഗുരു നിങ്ങൾക്ക് 6ലേക്ക് പോവുകയാണ്. 6 എന്ന് പറയുന്നത് ശത്രുസ്ഥാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ ശത്രുസ്ഥാനത്തേക്ക് വ്യാഴം നിൽക്കുന്ന ഈ ഒരു വർഷക്കാലം നിങ്ങൾ വളരെ സൂക്ഷിക്കണം. കാരണം എന്താണ്? ഈ രാശിക്കാർക്ക് ശത്രുതയാണ് പേടിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് സാമ്പത്തികമായിട്ട് ചെറിയ മാന്യത ഒക്കെ വരാം. എങ്കിൽ പോലും ഏറ്റവും പ്രധാനമായിട്ട് ശത്രുഭയം ഉണ്ടാവും. ഒരു കാരണവുമില്ലാതെ 5 ദിവസം സഹകരിക്കുന്നവർ 6ൻ്റെ അന്ന് ശത്രുവാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സുഹൃത്തുക്കളുടെ ആയാലും ശരി, വീട്ടിനകത്തായാലും ശരി, സംസാര നിയന്ത്രണം ഉണ്ടാവണം. നമ്മൾ നല്ലതാണ് പറയണമെങ്കിൽ പോലും അത് എടുക്കുന്നത് വേറൊരു രീതിയിലാവും. അത് ശത്രുതയ്ക്ക് വഴിതെളിക്കും. അങ്ങനെ കേസ്, വഴക്ക്, പ്രശ്നങ്ങൾ ഇങ്ങനെ ഉള്ള അവസ്ഥകളിലേക്ക് പോകാൻ ഇടയുള്ള വർഷമാണ്. അപ്പോൾ നിങ്ങൾ മറ്റ് കാര്യങ്ങളെക്കാൾ കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടത് ഇത്തരം കാര്യങ്ങൾക്കാണ്. അതുപോലെ നമ്മളും ഭഗവാനെ കൂടുതലായി പ്രാർത്ഥിക്കണം. മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും അടങ്ങുന്ന രാശിയാണ് മകരം രാശി. മകരം രാശിക്കാർക്ക് കഴിഞ്ഞ പീരീഡുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി നല്ല സമയമാണ്. നല്ല സമയം എന്ന് പറയുമ്പോൾ 7 ശനിയുടെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ്. 7 വർഷമുള്ളതിൽ 6.5 വർഷവും പിന്നിട്ട് പോയി നിങ്ങൾക്ക്, ഈ രാശിക്കാർക്ക്. അപ്പോൾ ശനിയുടെ ശക്തി കുറഞ്ഞു. അവസാന സമയത്ത് വലിയ ദോഷഭാവമൊന്നും ശനി ചെയ്യത്തില്ല. മറ്റ് 2 ഘട്ടങ്ങളിലായിട്ട് ഇല്ലാതാക്കിയത് അവസാന ഘട്ടത്തിൽ നേടിത്തരും. മറ്റൊന്ന്, 5ൽ വ്യാഴം വന്നിരിക്കുകയാണ്. ഭഗവാന്റെ സ്ഥാനം, 5 എന്ന് പറഞ്ഞാൽ ദേവസ്ഥാനത്തേക്ക് ഗുരു വന്നിരിക്കുകയാണ്. അപ്പോൾ ദേവനായി ഗുരു നിൽക്കുന്ന സമയമാണ്. ഗുരു ദേവനായി നിന്നാലോ നമ്മൾ മറ്റൊരു ദേവനെ ഭജിക്കണ്ട, ഗുരുവിനെ ഭജിച്ചാൽ മതി. ഗുരു അത്രയ്ക്ക് നമ്മളെ നോക്കിക്കോളും. അതുപോലെ സന്താന പുരോഗതിയെ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. സന്താനങ്ങൾക്ക്
വിദ്യാഭ്യാസപരമായി വിഷമിച്ച് നിൽക്കുന്ന പേരൻസ് മക്കൾക്ക് അയ്യോ വിദ്യാഭ്യാസം ശരിയാവും, അഡ്മിഷൻ കിട്ടുമോ, നല്ലൊരു സ്ഥലത്തേക്ക് പഠിക്കാൻ പോകാൻ പറ്റുമോ ഒന്നും ചിന്തിക്കണ്ട. ധൈര്യമായിട്ട് അവരെ വിദ്യാഭ്യാസപരമായിട്ട് മുന്നോട്ട് പോകാം. അതുപോലെ സാമ്പത്തിക പുരോഗതി ഉണ്ടാവും, പ്രശസ്തി വന്നു ചേരും. പ്രശസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പലതരത്തിലുള്ള അംഗീകാരങ്ങൾ, മറ്റത് നമ്മൾ നല്ലത് ചെയ്താലും അംഗീകരിക്കപ്പെടാതിരിക്കുന്നത് നമുക്ക് അംഗീകാരങ്ങൾ വന്നു ചേരും. ഇങ്ങനെ വളരെ സന്തോഷപ്രദമായ ഒരു അവസ്ഥ നിൽക്കുന്നതാണ് ശരിക്ക് മകരം രാശിക്കാർക്ക്. മകരം രാശിക്കാർക്ക് ഈ വിഷുഫലം ഭാഗ്യദായകം തന്നെയാണ്. കുംഭം രാശി, അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം, രണ്ടാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക, ആദ്യ 3/4 ഭാഗവും ചേരുന്ന 2.25 നക്ഷത്രങ്ങളാണ് കുംഭരാശിയിൽ വന്നു ചേരണേ. കുംഭക്കൂറുകാർക്ക് ശരിക്ക് പറഞ്ഞാൽ കഴിഞ്ഞ വിഷുഫലം നമ്മൾ ചിന്തിച്ചപ്പോൾ വളരെ ദോഷപ്രദമായിരുന്നു. ജന്മത്തിൽ ശനി നിന്നു, വ്യാഴം 3-ലേക്ക് പോയി, അതെല്ലാം മാറി ഇതാ വ്യാഴഭഗവാൻ 4-ലേക്ക് വന്നിരിക്കുകയാണ്. ജന്മത്തിൽ ശനിയുണ്ട് എങ്കിൽ പോലും ശനിയുടെ കാഠിന്യം കുറഞ്ഞു. 7 വർഷക്കാലം നീണ്ടു നിൽക്കുന്ന 7 ശനി ഉണ്ടായിരുന്നത് ശരിക്ക് 4 വർഷവും പിന്നിട്ടു. അപ്പോൾ ശനിയുടെ ശക്തിയും ക്ഷയിച്ചിരിക്കുന്ന സമയമാണ്. നമുക്ക് 4-ലേക്ക് വ്യാഴം വന്നിരിക്കുകയാണ്. ഈ സമയത്ത് ഗ്രഹോപകരണങ്ങൾ വാങ്ങാനോ, ഗ്രഹം വാങ്ങാനോ, വീട് വെക്കാനോ, വാഹനം വാങ്ങാനോ, അതുപോലെ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കാനോ ഒക്കെ ഈ രാശിക്കാർക്ക് അനുകൂലപ്രദമാണ്. വിദേശത്ത് ജോലി ചെയ്യുന്നവരാണെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് പോകാൻ ഈ സമയം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമാണ്. അതുപോലെ വീട്ടിനകത്ത് കുറച്ച് സന്തോഷപ്രദമായ അവസ്ഥകളുണ്ടാവും. മറ്റൊരു സന്തോഷമില്ല. കാരണം പലതരത്തിൽ വീട്ടിനകത്ത് തന്നെ നമുക്ക് കുറച്ച് നേരം സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു എങ്കിൽ ഇതെല്ലാം മാറി വീട്ടിനകത്ത് ഐക്യവും സമാധാനവും സന്തോഷവും സൗഖ്യവും ലഭിക്കുന്ന ഒരു വർഷമാണ് നിങ്ങൾക്കിതാ വന്നു ചേർന്നിരിക്കുന്നു എന്നറിയുക. മീനൻ രാശി, പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി. ഈ രാശിക്കാർക്ക് വളരെ ഭാഗ്യദായകമല്ല. നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. കാരണം 12-ലേക്ക് ശനി സഞ്ചരിച്ചുകൊണ്ട് നിൽക്കുന്ന കാലഘട്ടം, 12 എന്ന് പറഞ്ഞ വ്യയസ്ഥാനത്തേക്ക് ശനി നിൽക്കുകയാണ്. അപ്പോൾ പലതരത്തിൽ വ്യയം ഉണ്ടാക്കും. സാമ്പത്തിക വ്യാഴം 12 എന്ന ധനവ്യയം മാത്രമേ വരുള്ളൂ. ശനി 12-ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് ധനവ്യയം മാത്രമല്ല, മനോവ്യയം, ശാരീരിക ബുദ്ധിമുട്ട്, അതുപോലെ ഉള്ള അവസ്ഥകളെ കൊടുക്കും. പലതരത്തിൽ നഷ്ടങ്ങളെ കൊടുത്തുകൊണ്ടിരിക്കും. മറ്റൊന്ന്, ധനത്തിൻ്റെ ആധിപത്യം വഹിച്ച ഗ്രഹമായ വ്യാഴം 3-ലേക്ക് മറഞ്ഞു നിൽക്കുകയാണ്. 3 എന്ന് പറയുമ്പോൾ അനിഷ്ട സ്ഥാനമാണ്. അപ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രധാനമായി സഹോദരങ്ങളെ കൊണ്ട് അല്ലെങ്കിൽ സഹോദര തുല്യരായവരെ കൊണ്ട് മനോവിഷമം അനുഭവിക്കാൻ ഇടവരും. അതുപോലെ സാമ്പത്തിക നഷ്ടം വരും. അപകടങ്ങളേറിയ കാലഘട്ടമാണ്. അപ്പോൾ വാഹനം ഓട്ടിക്കുന്നിടത്താവിട്ട് മറ്റ് അപകടങ്ങളിലൊന്നും പെടാതെ ഈ കളിക്കാനൊക്കെ പോകുന്ന കുട്ടികളും വളരെ ശ്രദ്ധിക്കണം. ചെറിയ വീഴ്ച, ചതവ്, ഒടിവ് ഒക്കെ വരാൻ ഇടവരുന്ന കാലഘട്ടമാണ്. അതുപോലെ പല തരത്തിലുള്ള മാനസിക സംഘർഷം, മനസ്സിന് സ്വസ്ഥത കിട്ടാതെ വരും. ജോലി സ്ഥലത്തായാലും ശരി, വീട്ടിൽ ചെന്നാലായാലും ശരി, നമ്മൾ ചെയ്യുന്നതിൻ്റെ വിപരീത ഫലം കിട്ടുന്ന കാലഘട്ടമാണ്. എല്ലാ പ്രേക്ഷകർക്കും വിഷുഫലം ഭാഗ്യദായകമായി തീരട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.